ഹലോ കൂട്ടുകാരെ, PSC ത്രഷോൾഡിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന +2 ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറോപ്യൻസ് ഇൻ ഇന്ത്യ എന്ന ഭാഗമാണ്. അതിൻ്റെ ഒരു പ്രാക്ടീസ് ടെസ്റ്റാണ്. അപ്പോൾ ഈ ഭാഗങ്ങൾ ആദ്യം നിങ്ങളൊന്ന് വായിക്കണം, അതിനുശേഷം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയിൽ കടൽ മാർഗം വ്യാപാരത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ. ഇന്ത്യയിൽ കടൽ മാർഗം വ്യാപാരത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ. ഉത്തരം പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗം വ്യാപാരത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാപാരത്തിന് വന്ന വിദേശികൾ ആരാണെന്ന് വെച്ചാൽ അറബികളാണ്. അപ്പോൾ യൂറോപ്യന്മാർ, ആദ്യം വ്യാപാരത്തിന് വന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരും ആദ്യം വ്യാപാരത്തിന് വന്ന വിദേശികൾ അറബികളുമാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ. പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ. ഉത്തരം പറങ്കികൾ എന്നറിയപ്പെടുന്ന ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതുമായിട്ടുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഡച്ചുകാരെ അറിയപ്പെടുന്നത് ലന്തക്കാർ എന്നാണ്. ഡച്ചുകാരെ അറിയപ്പെടുന്നത് ലന്തക്കാർ എന്നാണ്. ഫ്രഞ്ചുകാരെ അറിയപ്പെടുന്നത് പരന്ത്രീസുകാർ. ഫ്രഞ്ചുകാർ അറിയപ്പെടുന്നത് പരന്ത്രീസുകാർ. ഇനി ബ്രിട്ടീഷുകാരെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? വെള്ളക്കാർ. ബ്രിട്ടീഷുകാരെ അറിയപ്പെടുന്ന പേര് വെള്ളക്കാർ. ഡെൻമാർക്കുകാരെ അറിയപ്പെടുന്ന ഡാനിഷ് പീപ്പിൾ എന്ന് പറയും. ഡെൻമാർക്കുകാരെ അറിയപ്പെടുന്നത് ഡാനിഷ് പീപ്പിൾ എന്നാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വാസ്കോ ഡി ഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച വർഷം. വാസ്കോ ഡി ഗാമ ലിസ്ബണിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച വർഷം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1497 ഇന്ത്യയിൽ എത്തിയ വർഷം എന്നാണ്? 1498 ഇന്ത്യയിൽ വന്നത്. ദിവസം എന്നാണ്? മെയ് 20 എത്തിച്ചേർന്നത്. ഗാമ എവിടെ വന്നാണ് ഇറങ്ങിയത്? ഗാമ വന്നിറങ്ങിയത് കോഴിക്കോട് കാപ്പാടാണ്. ആ ബീച്ചിന് അറിയപ്പെടുന്ന പേര് പന്തലായിനി കൊല്ലം എന്നറിയപ്പെടുന്ന ബീച്ചാണ്. അപ്പോൾ പന്തലായിനി കൊല്ലം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഈ ഗാമ വന്ന ഷിപ്പിൻ്റെ പേര് അല്ലെങ്കിൽ കപ്പലിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. ഗാമ വന്ന കപ്പലിൻ്റെ പേരെന്ന് പറയുന്നത് സെൻറ്റ് ഗബ്രിയേലാണ്. സെൻറ്റ് ഗബ്രിയേലാണ് ഗാമ വന്ന കപ്പൽ. ഗാമ കാപ്പാട് വന്നിറങ്ങിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരിമാരാണ്. ആ സമയത്ത് ഇവിടെ അറബികളും ഉണ്ടായിരുന്നു. സാമൂതിരിയുമായി നേരത്തെ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് അറബികളായിരുന്നു. ചോദ്യം 4. കൈതച്ചക്ക, കശുവണ്ടി, പപ്പായ മുതലായവ ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? കൈതച്ചക്ക, കശുവണ്ടി, പപ്പായ മുതലായവ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഇതല്ലാതെ കൊണ്ടുവന്ന ചില വസ്തുക്കൾ കൂടിയുണ്ട്. അതാണ് പുകയില. പുകയില കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി. ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി. ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ജെയിംസ് കൊറിയയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ജെയിംസ് കൊറിയയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്ന വർഷം. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്ന വർഷം. എത്ര വർഷമാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം 463 വർഷമാണ്. അതായത് 1498 മെയ് 20 ഗാമ വന്നപ്പോൾ മുതൽ 1961 വരെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാർ ഉണ്ടായിരുന്ന ആ ഒരു പീരീഡാണ് 463 വർഷം. പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. VP മേനോന്റെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷനാണിത്.
അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി. ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി. ഇപ്പോൾ മുൻപ് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരു തിരുത്തുണ്ട്. പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്ന 463 വർഷമാണ്. 1961 പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടു പോയത്. ഓപ്പറേഷൻ വിജയ് തന്നെയാണ്. പക്ഷെ ആ സമയത്ത് അത് നടത്തിയിരുന്നത് കൃഷ്ണമേനോനാണ്. വി.ആർ. കൃഷ്ണമേനോനായിരുന്നു ആ സമയത്ത് ഓപ്പറേഷൻ നടത്തിയിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി. ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി നോക്കാം. ഇതിനകത്ത് കടൽ മാർഗം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉത്തരം എന്താണ്? ആദ്യമായിട്ട് എത്തിയത് പെറോഡ കോവിൽഹയാണ്. പെറോഡ കോവിൽഹയാണ് വന്നത്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട. പള്ളിപ്പുറം കോട്ട അറിയപ്പെടുന്ന മറ്റു പേരാണ് ആയക്കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട എന്നിങ്ങനെ. അപ്പോൾ ഈ പള്ളിപ്പുറം കോട്ട, മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. 1503 ഇത് പണി കഴിപ്പിച്ചത്. അടുത്ത ചോദ്യം ഇത് തന്നെയാണ്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച വർഷം 1503. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? അൽബുക്കർക്ക്. ഇനി നമുക്ക് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച നിർമ്മിതികളൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞു മാനുവൽ കോട്ട അൽബുക്കർക്ക് 1503. സെക്കൻഡ് പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ഇനി സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അൽമേഡയാണ് ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി. ഈ അൽമേഡയാണ് സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട 1505 കണ്ണൂരിൽ പണി കഴിപ്പിച്ചത്. ഇനി മറ്റൊരു കോട്ടയാണ് തോമസ് കോട്ട. അത് തങ്കശ്ശേരി കൊല്ലത്താണ് ഇരിക്കുന്നത്. പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ്. ഇനി മട്ടാഞ്ചേരി കൊട്ടാരം അഥവാ ഡച്ച് കൊട്ടാരം എന്നൊക്കെ പറയുന്ന കൊട്ടാരം വീരകേരളവർമ്മയ്ക്ക്, അതായത് കൊച്ചിയിലെ രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ 1556 പണിതു കൊടുത്തതാണ്. ഇനി കൊച്ചിയിലെ ഫസ്റ്റ് പണ്ടകശാല സ്ഥാപിച്ചത് പെട്രോ അൽവാരിസ് കബ്രാലാണ്. അതായത് വാസ്കോ ഡി ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ നാവികനാണ് പെട്രോ അൽവാരിസ് കബ്രാൽ. കബ്രാൽ വന്ന വർഷം 1500. ഇദ്ദേഹമാണ് കൊച്ചിയിൽ ആദ്യമായിട്ട് പണ്ടകശാല സ്ഥാപിച്ചത്. ഇന്ത്യയിൽ അവസാനം എത്തിയ വിദേശ ശക്തി ആരാണ്? ഇന്ത്യയിൽ അവസാനം എത്തിയ വിദേശ ശക്തി എന്ന് പറയുന്നത് ഫ്രഞ്ചാണ്. പൊന്നാനി സന്ധി ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 1540. അത് ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? പൊന്നാനി സന്ധി ഒപ്പുവെച്ചത് പോർച്ചുഗീസുകാരും കോഴിക്കോടുമായിട്ടാണ് ഒപ്പുവെച്ചത്. അതേസമയം കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് ആരാണ്? പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലാണ് കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത്. കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷം എന്നാണ്? 1513 കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത്. 1513 ഗോവ കീഴടക്കിയ പോർച്ചുഗീസ് വൈസ്രോയി. ഗോവ കീഴടക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് വെച്ചാൽ ആരാണ്? അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അൽബുക്കർക്ക് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ പോർച്ചുഗീസ് സ്ഥാപകൻ എന്നാണ് അറിയപ്പെടുന്നത്. മിശ്രവിവാഹം സംവിധാനം ആരംഭിച്ചു. അതുപോലെ 1510 ഈ ഗോവയിലോട്ട് കേരളത്തിൽ നിന്ന് തലസ്ഥാനം മാറ്റി ഗോവയിലോട്ട് 1510. അതുപോലെ തന്നെ അൽബുക്കർക്ക് ചെയ്ത മറ്റൊരു കാര്യമാണ് ഗോവ കീഴടക്കിയത് ആരിൽ നിന്നാണ്? ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. അപ്പോൾ അൽമേഡയ്ക്ക് എന്താണ് ഇവിടെ റോള്? നേരത്തെ നമ്മൾ പറഞ്ഞു 1505 കണ്ണൂരിൽ സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിച്ച അൽമേഡയ്ക്ക് എന്താണ് പ്രത്യേകത? അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസി, നീലജല നയം സ്ഥാപിച്ചത് ആരാണ്? അൽമേഡ. അൽമേഡയായിരുന്നു ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ആര്? എവിടെ? അപ്പോൾ അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ഗോവയിലാണ് സ്ഥാപിച്ചത്. ഇപ്പോൾ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഗോവയിലാണ് 1556 വന്നു. കേരളത്തിൽ പോർച്ചുഗീസുകാരെ തന്നെ സ്ഥാപിച്ചു അച്ചടിശാല. അത് വൈപ്പിനിലും കൊച്ചിയിലുമാണ് സ്ഥാപിച്ചത്.
ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എന്നാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ്? ഉത്തരം 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഇന്ത്യയിൽ രണ്ടാമതെത്തിയ വിദേശികളാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ രണ്ടാമതെത്തിയ വിദേശികളാണ് ഡച്ചുകാർ. ഡച്ചുകാർ വന്നത് 1595 അവർ വന്നത്. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1602. അപ്പോൾ നമുക്ക് ഓരോ കമ്പനികൾ സ്ഥാപിച്ചതും അതുമായി അനുബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1600 ഡിസംബർ 31. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1600 ഡിസംബർ 31. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1616. 16 ഓർത്തിരിക്കുക. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ്? 1628. അപ്പോൾ പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയത് 1628 മാത്രമാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം. ഇന്ത്യയിൽ ആദ്യം വന്ന വിദേശ ശക്തി ആരാണ്? പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന വിദേശ ശക്തികൾ. ഇന്ത്യയിൽ നിന്ന് അവസാനം പോയതാണ് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യം പോയത് ആരാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഇനി ഇന്ത്യയിൽ നിന്ന് ഫ്രഞ്ചുകാർ പോയത് ഏത് വർഷമാണ്? 1954. അവസാനം വന്ന വിദേശ ശക്തി ഏതാണ്? അത് അവസാനം വന്ന യൂറോപ്യൻ വിദേശ ശക്തി ഏതാണ്? ഫ്രഞ്ചുകാരാണ്. 1664. ഇനി പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശം ഏത്? ഇന്ത്യയിലെ സ്ത്രീധനമായി നൽകിയ പ്രദേശമാണ് ബോംബെ ദ്വീപ്. ബോംബെ ദ്വീപാണ് സ്ത്രീധനമായി കൊടുത്തത്. പോണ്ടിച്ചേരിയുടെ ഫ്രഞ്ച് ഗവർണർ ആരാണ്? പോണ്ടിച്ചേരിയുടെ ഫ്രഞ്ച് ഗവർണർ എന്ന് പറയുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ. ഫ്രാങ്കോയി മാർട്ടിനാണ്. ഫ്രാങ്കോയി മാർട്ടിൻ. അതായത് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിനാണ്. ഇന്ത്യയിലെ ഫ്രഞ്ച് ഭരണത്തിന് കാരണമായ യുദ്ധം. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം ഏതാണെന്ന് വെച്ചാൽ വാണ്ടിവാഷ് യുദ്ധമാണ്. വാണ്ടിവാഷ് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ്. 1760 വാണ്ടിവാഷ് യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പണിത ആദ്യ കോട്ട ഏതാണ്? ശ്രദ്ധിക്കുക, ഇവിടെ ചോദ്യം എന്താണ്? ബ്രിട്ടീഷുകാരെന്നാണ്. മാറിപ്പോരുത് കേട്ടോ. പോർച്ചുഗീസുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്, ഡച്ചുകാരുണ്ട്, ഡെൻമാർക്കുകാരുണ്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ പണിത ആദ്യ കോട്ട ഏതാണ്? സെൻറ്റ് ജോർജ് കോട്ട. ഏതാണ്? സെൻറ്റ് ജോർജ് കോട്ട. സെൻറ്റ് ജോർജ് കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെൻറ്റ് ജോർജ് കോട്ട സ്ഥിതി ചെയ്യുന്നത് മെഡ്രാസിലാണ്. എവിടെയാണ്? മെഡ്രാസിലാണ് സെൻറ്റ് ജോർജ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇനി സെൻറ്റ് ജോർജ് കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ഫ്രാൻസിസ് ഡെയ്ൻ. ആരാണ്? ഫ്രാൻസിസ് ഡെയ്ൻ. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷുകാർ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യ കോട്ട ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട. കേരളത്തിൽ ആദ്യത്തെയാണ് അഞ്ചുതെങ്ങ്. ഇന്ത്യയിൽ ആദ്യത്തെ സെൻറ്റ് ജോർജ് കോട്ടയാണ്. അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ഏതാണ്? 1695 അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത്. ഇനി വിഴിഞ്ഞത്ത് ബ്രിട്ടീഷുകാരെന്താണ് സ്ഥാപിച്ചത്? വിഴിഞ്ഞത്ത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത് പണ്ടകശാലയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ കേരളത്തിൽ സ്ഥാപിച്ച പണ്ടകശാല എവിടെയാണ്? വിഴിഞ്ഞം. നേരത്തെ നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാർ പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോൾ വിഴിഞ്ഞത്ത് പണ്ടകശാല സ്ഥാപിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇനിയും തുടർന്ന് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ടോപ്പിക് വൈസ് തന്നെ നമ്മൾ എല്ലാ ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്തു തീർക്കും. ഇംഗ്ലീഷും മലയാളം ഉണ്ടാവും. അപ്പോൾ നന്ദി.